ഉപ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹം നമ്മളെ നാട്ടിൽ വന്നു, കൊല്ലത്ത് വന്നിട്ട് ഇന്നലെ അദ്ദേഹത്തെ ആരോ പറഞ്ഞ് പ്രേരിപ്പിച്ചതായിരിക്കും ഇവിടെ വന്ന് ഈ കൊല്ലത്ത് ഈ അഷ്ടമുടി കായലിൽ കൂടെ റൈഡ് നടത്താൻ. ആ റൈഡ് നടത്താൻ വന്നത് എന്തെന്ന് വെച്ചാൽ ഇത്രയും പ്രകൃതിയിൽ നമുക്ക് രമണീയമായി ദൈവം തന്നൊരു വരദാനം ഈ അഷ്ടമുടി കായൽ. അതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളിയെ പറഞ്ഞിങ്ങോട്ട് വിട്ടത്. അപ്പോൾ പുള്ളി വന്ന് അത് ആസ്വദിച്ച് ഇരിക്കുന്നു. പക്ഷേ അഷ്ടമുടി കായലെന്ന് പറയുന്നത് ഇതൊരു കോളിഫോം ബാക്ടീരിയയുടെ ഹബ്ബാക്കി മാറ്റിയിരിക്കുക ഇവിടുത്തെ അധികാരികൾ. മാറി മാറി ഭരിച്ച അധികാരികൾ എന്ന് വെച്ചാൽ തീട്ട ഒഴുക്കുകയാണ്. കൊല്ലത്തുള്ള ആശുപത്രികളിലെയും ബാക്കിയുള്ള എല്ലായിടത്തെയും ടോയ്ലറ്റ് വേസ്റ്റ് ഡയറക്റ്റ് ഒഴുക്കി. ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കും ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അദ്ദേഹം നമ്മളെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് പെടുത്താമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ അടിച്ചു കൊണ്ട് വന്നത്. എൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഒന്നുമല്ല. അപ്പം നാട്ടിലൊരു കാര്യം നമ്മളിത് അറിയിച്ചില്ലെങ്കിൽ നമ്മൾ കൊല്ലത്തുകാർ ക്യാൻസർ വന്ന് മരിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. ഉപരാഷ്ട്രപതി കൊല്ലത്ത് വരണമെങ്കിൽ ഇവിടുത്തെ അഷ്ടമുടി കായലിനെ കുറിച്ചും കൊല്ലത്തെക്കുറിച്ചുമൊക്കെ നല്ല അറിവും അറിവുണ്ടായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഒരു ദിവസമെങ്കിലും ഈ കൊല്ലത്ത് അഷ്ടമുടി കായലിൽ കൂടെ ഇന്നലെ ബോട്ട് യാത്ര ഉണ്ടായി സന്ദർശനം നടത്തി. അപ്പം ഇത്രയും പ്രകൃതി അനുവദിച്ചു തന്ന ഇത്രയും മനോഹരമായ ഈ സ്ഥലത്തെ ഇതിനെ നശിപ്പിച്ച് കളയുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയല്ലേ സാർ എത്തിയത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ കാലുവയ്യത്തെ ഞാനിവിടെ വന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിലും പറയാം. ഈ സംബടി സെൻസിറ്റീവ് നമ്മളെ ആനന്ദ ബോസ് സാറ് പഴയ ഡിസ്ട്രിക്ട് കളക്ടറാണ്. പുള്ളിയെടുത്ത് പറഞ്ഞ് ഇവിടെ വന്ന് കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് യു മസ്റ്റ് ഗോ ഫോർ റൈഡ് ഇൻ അഷ്ടമുടി ലേക്ക് എന്ന് പറഞ്ഞ്. ലെറ്റ് ആനന്ദ ബോസ് സാർ സീറ്റ് and we went on a ride yesterday on this Ashtamudi lake, which is a hub for coliform bacteria. Coliform bacteria എല്ലാവർക്കും അറിയാം how it forms only with the മനുഷ്യൻ്റെ തീട്ടത്തിൽ മലത്തിൽ നിന്ന് ടോയ്ലറ്റ് വേസ്റ്റിൽ നിന്നും അത് ഉണ്ടാകത്തുള്ളൂ. അതൊരു ഹബ്ബാണ്. ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നമ്മൾ 400-500 രൂപ മേടിച്ച് ഈ കായലിലെ കരിമീനും കണമ്പൊക്കെ മേടിച്ച് നിന്ന് സ്ലോ ക്യാൻസർ. കൊല്ലം പീപ്പിൾ ആർ ഗെറ്റിംഗ് ക്യാൻസർ. ആൻഡ് വാസുകി ഡയറക്ടർ, ശുചിത്വ മിഷൻ്റെ ഡയറക്ടറൊക്കെ ഇത് സർട്ടിഫൈ ചെയ്ത കാര്യങ്ങളാണ്. നോബഡി നീഡ്സ് ടു സേ എനിത്തിങ് ഓഫ് കോളിഫോം ബാക്ടീരിയ. ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വൈ ദീസ് പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? ഈ ജില്ലാ പഞ്ചായത്താണ് ജില്ലാ ആശുപത്രികളുടെയൊക്കെ മേലധികാരിയും സൂക്ഷിപ്പുകാരനുമൊക്കെ അല്ലേ? ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. വാട്ടർ ഇത് നോൺസെൻസാണ്. കൊല്ലത്ത് വൈകുന്നേരം 3:30 നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് വന്ന് അദ്ദേഹം ഈ റാവിസ് ഹോട്ടലെത്തുകയും റാവിസ് ഹോട്ടലിൽ നിന്ന് അഷ്ടമുടി കായലിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാനും അഷ്ടമുടി കായലിലായിട്ട് അദ്ദേഹം ഒരു ബോട്ട് സവാരി നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനോടൊപ്പം ഭാര്യ ഉണ്ടായിരുന്നു. കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിരവധി കാര്യങ്ങൾ അഷ്ടമുടി കായലിനെ നശിപ്പിക്കുന്ന ഇവിടുത്തെ ജില്ലാ ഭരണകൂടം സർക്കാരിൻ്റെയൊക്കെ ഉദാസീനത കൊണ്ട് ഈ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്ന ഈ അഷ്ടമുടി കായൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഡൽഹിയിൽ നിന്നും അദ്ദേഹം ഒരു ദിവസമെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കാൻ അത്രയ്ക്കും ഈ അഷ്ടമുടി കായലിനെ കുറിച്ച് മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ പോകാൻ തോന്നുന്നില്ല. പക്ഷേ എന്തായാലും മാലിന്യം കൊണ്ട് ഇവിടെ കോളിഫോം ബാക്ടീരിയയുടെ അതിശക്തമായ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ അത് സുരക്ഷിതമില്ലാത്ത എത്രയോ തവണ കേന്ദ്ര പരിസ്ഥിതിക്കാരും എല്ലാം പറഞ്ഞിട്ട് അത് ശുദ്ധീകരിക്കാൻ ചെയ്യാമെന്ന് പറയുന്നല്ല, ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ട ആ ഒരു നിവേദനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.